കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് നാളെ നൽകും. KSEBയും വിശദമായ റിപ്പോർട്ട് നാളെ നൽകും. അതേസമയം മിഥുന്റെ മരണത്തിൽ ABVP നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ശക്തമാക്കുകയാണ്. വിവരങ്ങളുമായി S. ശാലിനി ചേരുകയാണ്. ശാലിനി, സർക്കാർ തലത്തിലുള്ള നടപടികൾക്കായി കാത്തിരിക്കുകയാണ് നാളെ. അതിനുശേഷമായിരിക്കുമല്ലേ ഉത്തരവാദികളെ കണ്ടെത്തലും അവർക്ക് ശിക്ഷ വിധിക്കലുമൊക്കെ ഉണ്ടാകുക? ശാലിനി. തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വിശദമായ റിപ്പോർട്ടായി രേഖകളും ഒപ്പം തന്നെ തെളിവുകളും സഹിതം നാളെ വിശദമായ റിപ്പോർട്ടായി മന്ത്രിക്ക് മുൻപാകെ എത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കൂൾ അധികൃതർക്കോ മാനേജ്മെന്റിനോ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ രണ്ട് വകുപ്പുകൾക്കെതിരെ ഉയരുന്ന ആരോപണമാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് KSEBയും വൈദ്യുതി വകുപ്പും നിൽക്കുകയാണ്. വൈദ്യുതി വകുപ്പിലും ഇത്തരത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഉപരിതല അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടും നാളെ മന്ത്രിയുടെ കൈകളിലേക്ക് എത്തും. ഈ രണ്ട് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാകും നാളെ ഒരു വിശദമായ നടപടിക്ക് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KSEB ആണ്. KSEBയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് പ്രാഥമികമായും. ഒപ്പം തന്നെ വൈദ്യുതി മന്ത്രി അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു ലൈൻ വലിക്കുമ്പോൾ അത് ആരുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടിയാണ്, എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അത് ഉത്തരവാദിത്തം ആർക്കാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ലാതെ ചില പരാമർശങ്ങളൊക്കെ KSEBയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. കൂടാതെ തന്നെ ഈ ഒരു സ്കൂളിലെ ആ ഒരു ഷെഡ്, അതായത് സൈക്കിൾ ഷെഡിന് ആരനുമതി നൽകിയെന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആ സൈക്കിൾ ഷെഡിനും സ്കൂളിന്റെ ദൂരപരിധി പരിഗണിക്കാതെ ഈ അനുമതി, ഈ വൈദ്യുതി ലൈൻ വലിക്കാനുള്ള ആ ഒരു അനുമതി ആര് നൽകി? അതേപോലെ തന്നെ പരാതികൾ ഉയർന്നിട്ടും അതിലൊരു തീരുമാനം എന്തുകൊണ്ട് KSEB എടുത്തില്ല? ഉന്നത ഉദ്യോഗസ്ഥരോ അതിൽ കാര്യമായ ശ്രദ്ധ എന്തുകൊണ്ട് ചെലുത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഒരു ഭാഗത്ത് വരികയാണ്. BJPയും അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധം ഒരു ഭാഗത്ത് തീർക്കുന്നു. ABVPയുടെ പ്രതിഷേധം തുടരുന്നു. ഈ സാഹചര്യത്തിൽ കൂടി നാളെ ലഭ്യമാകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമമായി റിപ്പോർട്ടുകളുടെ ഉള്ളടക്കം എന്തെന്ന് നമുക്ക് കാത്തിരിക്കാം നാളത്തേക്കായി.